ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള 25 ഡേ സ്റ്റഡി പ്ലാന്റെ 4th ഡേ ആണിന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട്സ് എക്കോണമിക്സ് ആൻഡ് ജോഗ്രഫി ആണ്. എക്കോണമിക്സ് ആൻഡ് ജോഗ്രഫിയുടെ സെക്കൻഡ് സെഷൻ ആണിത്. പ്രീവിയസ് സെഷനിൽ നമ്മൾ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിരുന്നു. ഈ ഒരു സെഷനിലും നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Who founded the Indian Statistical Institute and is considered the father of modern statistics in India? ആരാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ട് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഹീസ് ഓൾസോ കോൾഡ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ. ആരാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ട് ചെയ്തത്? അതുപോലെ തന്നെ ഇന്ത്യയിൽ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് ഇവരിൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദേവബ്രത ബസു, ഓപ്ഷൻ ബി പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ്, ഓപ്ഷൻ സി രഘുരാജ് ബഹാദൂർ ആൻഡ് ഓപ്ഷൻ ഡി അനിൽ കുമാർ ഭട്ടാചാര്യ. ഇവരിൽ ആരാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും ഇന്ത്യയുടെ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് എന്നുമാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി, ഓപ്ഷൻ ബി പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ് ആണ്. ഓർ ഇൻ ഷോർട്ട് ഹി ഈസ് കോൾഡ് ആസ് PC മഹൽനോബിസ്. പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ് അല്ലെങ്കിൽ PC മഹൽനോബിസ് ആണ് ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ എന്ന് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ആൻഡ് 1931 എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. PC മഹൽനോബിസ് 1931 എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കട്ടയിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: when we divide NNP, net national product, by the total population of a nation, we get dash. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിനെ NNP or നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിനെ ഒരു രാജ്യത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ഓപ്ഷൻ ബി എക്സ്റ്റേണൽ ഡിവിഡൻഡ്, ഓപ്ഷൻ സി റിസോഴ്സ് ഗ്രോത്ത് ആൻഡ് ഓപ്ഷൻ ഡി പെർ ക്യാപിറ്റ ഇൻകം. NNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം NNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് പെർ ക്യാപിറ്റ ഇൻകം. സോ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയ, ഫോർ എക്സാമ്പിൾ ഒരു കൺട്രിയിലെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കൺട്രിയിലെ ഒരു പേഴ്സൺ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ, അതായത് ഒരു സ്പെസിഫിക് ഇയറിൽ ഏൺ ചെയ്യുന്ന ആവറേജ് ഇൻകത്തിനെ പറയുന്ന പേരാണെന്ത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. സോ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ ഓരോ പേഴ്സൺ അല്ലെങ്കിൽ ആവറേജ് ഇൻകം ഏൺ പെർ പേഴ്സൺ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ടോട്ടൽ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിനെ എന്ത് ചെയ്യുന്നു ടോട്ടൽ പോപ്പുലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണെന്ത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. സോ പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് ഇൻകം ഏൺ പെർ പേഴ്സൺ ഇൻ എ ഗിവൺ ഏരിയ ഇൻ എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു ഗിവൺ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ, സേ ഫോർ എക്സാമ്പിൾ കൺട്രി, ഒരു രാജ്യത്ത് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഒരു പേഴ്സൺ ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ പേഴ്സണും ഏൺ ചെയ്യുന്ന ആവറേജ് ഇൻകത്തിനെ വിളിക്കുന്ന പേരാണെന്ത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. Next question: the first attempt to calculate national income in India was made by who or was made by dash. ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ VKRB റാവു, ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി, ഓപ്ഷൻ സി SD ടെണ്ടുൽക്കർ ആൻഡ് ഓപ്ഷൻ ഡി PC മഹൽനോബിസ്. ഇവരിൽ ആരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് ഇൻ ദ ഇയർ 1867-68. 1867-68 ടൈം പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി 1867-68 എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്.
സോ ഇത് ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ ഇൻകം കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരാണ് സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് VKRV റാവു. ഇന്ത്യയിൽ ആദ്യമായിട്ട് സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നാഷണൽ ഇൻകം ആരാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VKRV റാവു ആണ്. VKRV റാവു ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സയന്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയമായ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1931 എന്ത് ചെയ്യുന്നത്, VKRV റാവു ഈ ഒരു സയന്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയ മാർഗങ്ങൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒഫീഷ്യലി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PC മെഹലനോബിസ് ആണ്. PC മെഹലനോബിസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഒഫീഷ്യലി അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി 1947 1947 എന്ത് ചെയ്തു, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അതാണ് നാഷണൽ ഇൻകം കമ്മിറ്റി. 1949 എന്ത് ചെയ്യുന്നത്, ഈ ഒരു നാഷണൽ ഇൻകം കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നത്. ഈ നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു PC മെഹലനോബിസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് PC മെഹലനോബിസിനെ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒഫീഷ്യലി അറ്റംപ്റ്റ് ചെയ്ത ഫസ്റ്റ് പേഴ്സൺ എന്ന് PC മെഹലനോബിസ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which sector contributed the most to India's GDP growth after 1991? 1991 ശേഷം ഏത് സെക്ടറാണ് ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1991 പ്രത്യേകത എന്താണ്, LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPG റിഫോംസ് വരുന്നത് 1991 1991 LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഏത് സെക്ടറാണ് ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻഡസ്ട്രി, ഓപ്ഷൻ ബി മൈനിങ്, ഓപ്ഷൻ സി സർവീസസ്, ഓപ്ഷൻ ഡി അഗ്രികൾച്ചർ. സോ സർവീസസ് സെക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ GDP-യിൽ 1991 ശേഷം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 1991 ശേഷം ബാക്കി സെക്ടേഴ്സിനും, LPG റിഫോംസിന് ശേഷം ബാക്കി സെക്ടേഴ്സിനും ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടായെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായത് സർവീസസ് സെക്ടറാണ്. എസ്പെഷ്യലി IT സെക്ടറാണ് എന്ത് ചെയ്തത്, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായത്. ആൻഡ് അതുകൊണ്ട് തന്നെ സർവീസസ് സെക്ടറാണ് ഇന്ത്യയുടെ GDP-യിലേക്ക് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആഫ്റ്റർ 1991. Next question, dash is the money that is available from an individual salary after he or she pays local, state and federal taxes. ഒരു പേഴ്സൺ അയാളുടെ സാലറിയിൽ നിന്ന്, അയാളുടെ ശമ്പളത്തിൽ നിന്ന് ലോക്കൽ ടാക്സ്, അതായത് പഞ്ചായത്തിനൊക്കെ കൊടുക്കുന്ന ടാക്സ്, അങ്ങനെയുള്ള ലോക്കൽ ടാക്സ്, സ്റ്റേറ്റിന് കൊടുക്കുന്ന ടാക്സ്, സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ്, ഇങ്ങനെയുള്ള ടാക്സസ് എല്ലാം കൊടുത്തതിന് ശേഷം അയാളുടെ കയ്യിൽ ബാക്കിയുള്ള പണത്തിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പേഴ്സണ് അയാൾക്ക് കിട്ടിയ സാലറിയിൽ നിന്ന് അയാൾ എല്ലാ ടാക്സസും എന്ത് ചെയ്തു, പേ ചെയ്തു, കൊടുക്കാനുള്ള നികുതി എല്ലാം കൊടുത്തു തീർത്തു. ബാക്കി അയാളുടെ കയ്യിലിരിക്കുന്ന ആ പണത്തിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പേഴ്സണൽ ഇൻകം, ഓപ്ഷൻ ബി പെർ ക്യാപിറ്റ ഇൻകം, ഓപ്ഷൻ സി ഡിസ്പോസിബിൾ ഇൻകം, ഓപ്ഷൻ ഡി നാഷണൽ ഇൻകം. ഇതിലേതാണ് ഒരു പേഴ്സൺ അയാളുടെ സാലറിയിൽ നിന്ന് എല്ലാ ടാക്സസും കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന പണത്തിനെ വിളിക്കുന്ന പേര് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം അതായത് അയാൾക്ക് ചെലവാക്കാൻ പറ്റുന്ന ഇൻകം. ഒരാൾക്ക് സാലറി കിട്ടുന്നു, അയാൾ ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സസ് എല്ലാം എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നു. ബാക്കി അയാളുടെ കയ്യിലിരിക്കുന്ന പണം എന്ന് പറയുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാൻ കഴിയുന്ന പണമാണ് അല്ലെങ്കിൽ ഇൻകം ആണ്. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ആ പണം ഡിസ്പോസ് ചെയ്യാം, അതായത് ചെലവാക്കാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ഓർ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് എന്ത് ചെയ്യാം, ഇതിനെ വിളിക്കാനായിട്ട് പറ്റും. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വിളിക്കാനായിട്ട് പറ്റും. സോ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ഇൻകം അതായത് അയാളുടെ സാലറി ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻകം ആവാം.
സോ ഒരാളുടെ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് അയാൾ ഗവൺമെന്റിന് കൊടുക്കേണ്ട പേഴ്സണൽ ടാക്സസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് എന്ത്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. Next question. In India, the national income is computed by dash. ഇന്ത്യയിൽ നാഷണൽ ഇൻകം ആരാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നീതി ആയോഗ്, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഓപ്ഷൻ സി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ഓപ്ഷൻ ഡി നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഇവരിൽ ആരാണ് ഇന്ത്യയിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് CSO, ഓപ്ഷൻ സി, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഓർ CSO. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി 2019 വരെ, 2019 വരെ ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ഓഫീസസ് ആയിരുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ഓർഗനൈസേഷൻസ് ആയിരുന്നു. എന്നാൽ 2019 എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വഴി ഈ രണ്ട് ഓഫീസസിനെയും ഈ രണ്ട് ഓർഗനൈസേഷൻസിനെയും, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനെയും അതുപോലെ തന്നെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിനെ എന്ത് ചെയ്തു? മെർജ് ചെയ്യിക്കുന്നു. മെർജ് ചെയ്തുകൊണ്ട് ഒരു ഓഫീസ്, പുതിയൊരു ഓഫീസ് ഫോം ചെയ്തു. അതാണ് NSO ഓർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSO അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. 2019 എന്ത് ചെയ്യുന്നത്? NSO ഫോം ചെയ്യുന്നത്. NSO ഓർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഫോം ചെയ്യുന്നത് 2019. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനെയും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിനെയും എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ഓഫീസ് ഫോം ചെയ്യുന്നു. അതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇപ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണെന്ത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്നത്. ഇനി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, NSOയുടെ കീഴിലുള്ള ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ നാഷണൽ ഇൻകത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റാസ് എല്ലാം കമ്പൈൽ ചെയ്യുന്നത്, സോ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റാസ് എല്ലാം കൂടി കമ്പൈൽ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. ഇനി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുമെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിൽ വരുന്ന ഓഫീസാണെന്ത്? ഈ ഒരു NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. അതിന്റെ താഴെയുള്ള ഒരു ഓഫീസ് ആണെന്ത്? NSO അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ഈ NSOയുടെ കീഴിലുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണെന്ത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അല്ലെങ്കിൽ NSSO ആണ്. 2019 എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഓഫീസ് ഫോം ചെയ്യുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ള ഈ ഒരു ഓഫീസ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The situation in an economy when inflation and unemployment both are at higher levels is known as dash. എക്കോണമിയിൽ ഒരു സിറ്റുവേഷൻ നടക്കുന്നു, എക്കോണമിയിൽ ഒരു സിറ്റുവേഷൻ ഫോം ചെയ്തിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻഫ്ലേഷനും എന്താണ്? വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും എന്താണ്? വളരെ ഹൈ ആണ്. ഈ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്കോണമിയിൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പവും കൂടി നിൽക്കുകയാണ്, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയും കൂടി നിൽക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റീഇൻഫ്ലേഷൻ, ഓപ്ഷൻ ബി സ്റ്റാഗ്ഫ്ലേഷൻ, ഓപ്ഷൻ സി ഇൻഫ്ലേഷൻ ഗ്യാപ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻഫ്ലേഷൻ പ്രീമിയം. ഇതിലേതാണ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഹൈ ആയിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ ഹൈ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റാഗ്ഫ്ലേഷൻ. സ്റ്റാഗ്ഫ്ലേഷന്റെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഇനി സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് രണ്ട് ടേംസിന്റെ കോമ്പിനേഷൻ ആണ്. സ്റ്റാഗ്നേഷൻ എന്നുള്ള ടേമും
ഇൻഫ്ലേഷൻ എന്നുള്ള ടേമും ഈ രണ്ട് ടേമും കൂടെ കമ്പൈൻ ചെയ്യുന്ന ടേമാണ് സ്റ്റാഗ്നേഷൻ പ്ലസ് ഇൻഫ്ലേഷൻ. ഈ രണ്ട് ടേംസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ള ടേം ജോയിൻസ് അല്ലെങ്കിൽ കോയിൻ ചെയ്തെടുത്തേക്കുന്നത്, മേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇനി സ്റ്റാഗ്നേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കോണമിയിൽ എന്തില്ല, ഗ്രോത്ത് ഇല്ല. എക്കോണമി വളരെ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എക്കോണമിയിൽ പ്രത്യേകിച്ച് ഗ്രോത്ത് ഇല്ല. എക്കോണമിയിൽ വളർച്ചയില്ലാത്തൊരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണെന്ത്, സ്റ്റാഗ്നേഷൻ. ആ സിറ്റുവേഷന്റെ കൂടെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പവും കൂടെ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, സ്റ്റാഗ്ഫ്ലേഷൻ. ഇനി സ്റ്റാഗ്ഫ്ലേഷൻ ടൈം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ തന്നെ സ്റ്റാഗ്ഫ്ലേഷൻ ടൈമിൽ എന്തായിരിക്കും, ഇൻഫ്ലേഷനും വളരെ ഹൈ ആയിരിക്കും, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും. ഇൻഫ്ലേഷനും വളരെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും എന്തായിരിക്കും, വളരെ വലുതായിരിക്കും. ഇനി ഇതൊരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണ്, അതായത് ഇതൊരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഇൻഫ്ലേഷൻ മാത്രം, എക്കോണമിയിൽ ഇൻഫ്ലേഷൻ മാത്രമാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോ ഈ ഒരു സിറ്റുവേഷനെ വിട്ടേക്കുക, ഈ ഒരു ക്വസ്റ്റ്യന്റെ സിറ്റുവേഷനെ വിട്ടേക്കുക, എക്കോണമിയിൽ ഇപ്പൊ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്, അതായത് പണപ്പെരുപ്പമുണ്ട്. വിച്ച് മീൻസ് ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്കോണമിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് എക്കോണമിയിൽ കൂടി നിൽക്കുകയാണ്. എക്കോണമിയിൽ ഗുഡ്സിനെയും സർവീസസിന്റെയും പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് എന്ത് കിട്ടും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. എക്കോണമിയിൽ ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് എന്ത് കിട്ടും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ചെയ്യുന്നത്, അവർ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. ഇങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ജോലിക്കാരെ ആവശ്യമാണ്. അതായത് അവർ കൂടുതൽ പേരെ എന്ത് ചെയ്യേണ്ടി വരും, ജോലിക്ക് വെക്കേണ്ടി വരും. കൂടുതൽ പേരെ ലേബറിന് വേണ്ടിയിട്ട് നിയമിക്കേണ്ടി വരും. കൂടുതൽ പേരെ ജോലിക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. അതായത് എക്കോണമിയിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ ജോലി സാധ്യതകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് നോർമലി ഒരു ഇൻഫ്ലേഷൻ ടൈമിൽ നടക്കേണ്ട കാര്യം. എന്നാൽ സ്റ്റാഗ്ഫ്ലേഷൻ എടുക്കുമ്പോൾ ഇത് ഇൻഫ്ലേഷൻ മാത്രമല്ല, അതിന്റെ കൂടെ എന്തുണ്ട്, സ്റ്റാഗ്നേഷൻ കൂടിയുണ്ട്. അതായത് ഇവിടെ ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ പോലും അൺഎംപ്ലോയ്മെന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. നോർമലി ഇൻഫ്ലേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഗുഡ്സിന്റെ സർവീസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ആൾക്കാരെ ജോലിക്ക് വെക്കേണ്ടി വരും. സോ കൂടുതൽ ലേബർ അവിടെ ആവശ്യമുണ്ട്. കൂടുതൽ ആൾക്കാരെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ പേർക്ക് ജോലി കിട്ടുന്നു. അതായത് എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നു, അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് നോർമലി ഇൻഫ്ലേഷന്റെ ടൈമിൽ, പണപ്പെരുപ്പത്തിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നത്, നടക്കേണ്ടത്. എന്നാൽ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ആണ്. ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ പോലും കൂടെ തന്നെ എന്തുണ്ട്, സ്റ്റാഗ്നേഷൻ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനും കൂടുതലായിരിക്കും, അതേപോലെ അൺഎംപ്ലോയ്മെന്റും കൂടുതലായിരിക്കും. ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് കൂടുകയാണ് വേണ്ടത്. പക്ഷെ സ്റ്റാഗ്ഫ്ലേഷൻ ആയപ്പോൾ ഇൻഫ്ലേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു, അൺഎംപ്ലോയ്മെന്റ് ആണ് കൂടിയത്, എംപ്ലോയ്മെന്റ് അല്ല, മറിച്ച് തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ് ആണ് എന്ത് ചെയ്തത്, ഇൻക്രീസ് ചെയ്തത്. ഇതാണ് സ്റ്റാഗ്ഫ്ലേഷന്റെ പ്രത്യേകത. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ആണ്. Next question, which of the following statements is true regarding disinflation? ഡിസിൻഫ്ലേഷനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിസിൻഫ്ലേഷനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസിൻഫ്ലേഷന്റെ ഡെഫിനിഷൻ, കറക്റ്റ് ഡെഫിനിഷൻ എന്താണെന്നാണ് ബേസിക്കലി ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, a scenario when inflation is mainly due to inflation of only a few commodities and not of all commodities. Option B, an overall decrease in prices over a specific period. Option C, a decrease in the rate of inflation in a specific period. Option D, a sudden sharp decrease in prices due to unexpected reasons. ഇതിൽ ഏതാണ് ഡിസിൻഫ്ലേഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, എ ഡിക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ എ സ്പെസിഫിക് പീരീഡ്. ഇനി ഡിസിൻഫ്ലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഫ്ലേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് പറയാം. ഇൻഫ്ലേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ജനറൽ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു.
അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു ഒരു ലോങ്ങർ പീരീഡിലേക്ക്, ഒരു വലിയ ടൈം പീരീഡിലേക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ജനറൽ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ, ഒരുവിധപ്പെട്ട എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും പ്രൈസ് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ്, നമ്മൾ ജനറൽ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ലോങ്ങർ പീരീഡിലേക്ക് ഒരുപാട് നാൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഫ്ലേഷൻ. ഇങ്ങനെ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്ത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈ ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷെ ഇൻഫ്ലേഷൻ എന്താണ്, കുറച്ച് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സപ്പോസ് നമ്മുടെ എക്കോണമിയിലുള്ള ഇൻഫ്ലേഷൻ എന്താണ്, ഒരു 12%. നമ്മുടെ എക്കോണമിയിൽ 12% ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പൊ നമ്മുടെ എക്കോണമിയിൽ 12% പണപ്പെരുപ്പം, അതായത് നോർമലി ഉള്ളതിനേക്കാളും 12% പ്രൈസ് എന്താണ്, ഗുഡ്സിനും സർവീസസിനും കൂടുതലാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ 12% ഇൻഫ്ലേഷൻ എന്നുള്ളത് ഒരു 10% എന്ത് ചെയ്യുന്നു, കുറച്ച് നാളത്തേക്ക് ഡിക്ലൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു. പിന്നീട് ഈ ഒരു ഡിക്ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡിസ്ഇൻഫ്ലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്, അതായത് പണപ്പെരുപ്പം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ച് കുറവാണ്. അതിനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. സോ നേരത്തെ 12% ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, പക്ഷെ കുറച്ച് നാളായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇൻഫ്ലേഷൻ കുറച്ചൊന്ന് ഡിക്രീസ് ചെയ്തു, ഒരു 10%ലേക്ക് എന്ത് ചെയ്തു, ഒന്ന് ഡിക്രീസ് ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ഇൻഫ്ലേഷൻ. പേര് പറയുന്നത് പോലെ തന്നെ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഇപ്പോഴും ഉണ്ട്, ഇൻഫ്ലേഷൻ ഇപ്പോഴും ഉണ്ട്, പക്ഷെ നേരത്തെ ഉള്ളതിനേക്കാളും എന്താണ്, റേറ്റ് കുറച്ച് കുറവാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ഇൻഫ്ലേഷൻ. അതായത് ഡിക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ എ സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡ് എടുക്കുമ്പോൾ ഇൻഫ്ലേഷനകത്ത് വരുന്ന ചെറിയൊരു ഡിക്രീസിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ സെനാരിയോ വെൻ inflation is mainly due to inflation of a few commodities and not of all commodities. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിലുള്ള എല്ലാ ഗുഡ്സിന്റെയും, എല്ലാ വസ്തുക്കളുടെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് ഐറ്റത്തിന്റെ പ്രൈസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്ക്യൂഫ്ലേഷൻ എന്നാണ്. നമ്മുടെ എക്കോണമിയിൽ നമ്മൾ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും, എല്ലാ വസ്തുക്കളുടെയും പ്രൈസ് എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് ഐറ്റത്തിന്റെ പ്രൈസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്ക്യൂഫ്ലേഷൻ എന്നാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എക്കോണമിയിൽ വെജിറ്റബിൾസിന്റെ പ്രൈസ് മാത്രം, അതായത് പച്ചക്കറിയുടെ പ്രൈസ് മാത്രം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അതിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ക്യൂഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും പ്രൈസ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. കുറച്ച് വസ്തുക്കളുടെ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും പ്രൈസ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. എങ്കിലേ അതിനെ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാൻ പറ്റൂ. കുറച്ച് വസ്തുക്കളുടെ, സെലക്ടഡ് നമ്പർ ഓഫ് വസ്തുക്കളുടെ മാത്രമാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്ക്യൂഫ്ലേഷൻ എന്നാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ആൻ ഓവറോൾ ഡിക്രീസ് ഇൻ ദ പ്രൈസസ് ഓവർ എ സ്പെസിഫിക് പീരീഡ്. അതായത് ഒരു സ്പെസിഫിക് പീരീഡ് എടുക്കുമ്പോൾ ഗുഡ്സിനെ സർവീസസിന്റെയും പ്രൈസിനകത്ത് എന്ത് ചെയ്യുന്നു, ഒരു ഓവറോൾ ഡിക്രീസ് വരുന്നു. ഇതിനെ വിളിക്കുന്ന പേര് ഡീഫ്ലേഷൻ എന്നാണ്. ഡീഫ്ലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ വസ്തുക്കളുടെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഓവറോൾ ഡിക്രീസ്, മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, ഒരുവിധപ്പെട്ട എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിന്റെയും പ്രൈസ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. എങ്കിൽ അതിനെ ഡീഫ്ലേഷൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഡിസ്ഇൻഫ്ലേഷൻ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു, ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷെ ഇൻഫ്ലേഷന്റെ റേറ്റ് എന്ത് ചെയ്യുന്നു, കുറച്ച് കുറഞ്ഞേക്കുന്നു. അതായത് നേരത്തെ 12% ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നത് 10% റെഡ്യൂസ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ 25 ഡേ സ്റ്റഡി പ്ലാനിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സബ്ജക്റ്റിനകത്ത് കുറച്ച് നോളജ് ഡെപ്ത് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് RRB ഗ്രൂപ്പ് ഡി ക്രാഷ് കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇതിനകത്തേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. ഇഫ് യു നീഡ്, നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എല്ലാ സബ്ജക്ട്സിന്റെയും
എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള റിവിഷൻ, ഓരോ സബ്ജക്റ്റിനും വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് റിവിഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ കോഴ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 7012615062. 25 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതായത് ചില ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കുറച്ചും കൂടി റിവൈസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക. അല്ല, ഈ 25 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യുക. ബട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിനകത്ത് കുറച്ചും കൂടെ റിവിഷൻ ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the empirically fitted relationship between the rate of change of money, wage and rate of unemployment known as? അതായത് മണി, വേജ് ആൻഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഇതിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി എംപെറിക്കലി ഫിറ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മണി, വേജ് ആൻഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നോൺ ആസ്? അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷൻ റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന കേർവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മണി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മണി, അതായത് പ്രൈസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച്, അതുപോലെ തന്നെ വേജസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച്. ഇൻഫ്ലേഷൻ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, മണിയിലും പൈസയുടെ വാല്യൂയിലും അതുപോലെ തന്നെ വേജസിലും ഒക്കെ എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് വരുന്നത്. സോ ആ ചേഞ്ചും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി ഇൻഫ്ലേഷൻ റേറ്റ്, എക്കോണമിയിലുള്ള നമ്മുടെ എക്കോണമിയിൽ കാണുന്ന ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിന്റെ റേറ്റും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന കേർവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചിരുന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന കേർവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം മണിയുടെ കേസിലും വേജിന്റെ കേസിലും ഒരു ചേഞ്ച് വരുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് വരുന്നത് ഇൻഫ്ലേഷൻ ടൈമിലാണ്. അതും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന കേർവ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫിലിപ്സ് കർവ്, ഓപ്ഷൻ ബി ബൗമോൾ ഹൈപ്പോത്തിസിസ്, ഓപ്ഷൻ സി ഫ്രൈഡ്മാൻസ് മോഡൽ, ഓപ്ഷൻ ഡി കെയ്നീഷ്യൻ മോഡൽ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിലിപ്സ് കർവ് ആണ്. ഫിലിപ്സ് കർവ് ആണ് ഇൻഫ്ലേഷൻ റേറ്റും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത്. ഫിലിപ്സ് കർവ് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈ ആക്സിസിൽ നമ്മൾ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ മാർക്ക് ചെയ്യുന്നു. എക്സ് ആക്സിസിൽ എന്ത് ചെയ്യുന്നു, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് മാർക്ക് ചെയ്യുന്നു. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ മാർക്ക് ചെയ്യുന്നു, എക്സ് ആക്സിസിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് മാർക്ക് ചെയ്യുന്നു. രണ്ടും തമ്മിലുള്ള റിലേഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു കേർവ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കേർവ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്നത്. അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റും ഇൻഫ്ലേഷൻ റേറ്റും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റും തമ്മിലുള്ളത്. ഇനി ഈ ഒരു ഫിലിപ്സ് കർവ് എന്താ പറയുന്നതെന്ന് പറയാം. ഒരു രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് പണപ്പെരുപ്പം കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് കൂട്ടിയാൽ മതി എന്നാണ് എന്ത് ചെയ്യുന്നത്, ഫിലിപ്സ് കർവ് പറയുന്നത്. ഒരു രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, തൊഴിലില്ലായ്മയുടെ റേറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻഫ്ലേഷൻ കൂട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന് നോക്കാം. സപ്പോസ് നമ്മുടെ എക്കോണമിയിൽ പണപ്പെരുപ്പം ഉണ്ടെന്ന് വിചാരിക്കുക, ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസ്, വില എന്ത് ചെയ്യും, വസ്തുക്കളുടെ വില എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് എന്ത് കിട്ടും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ കൂട്ടും. പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പ്രൊഡക്ഷൻ കൂട്ടും. നിങ്ങൾക്ക് ഒരു സാധനത്തിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടല്ല ശ്രമിക്കത്തുള്ളൂ. സോ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ കൂട്ടും. പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, കൂടുതൽ ലേബർ, കൂടുതൽ തൊഴിലാളികളുടെ ആവശ്യമുണ്ട്. അതായത് കൂടുതൽ ലേബർ ആവശ്യമുണ്ട്. കൂടുതൽ തൊഴിലാളികളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ലേബർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ രാജ്യത്ത് കൂടുതൽ തൊഴിൽ സാധ്യതകൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നു, ആ രാജ്യത്ത് ഇൻക്രീസ് ചെയ്യുന്നു.
അതായത് ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്നാണ് എന്ത് പറയുന്നത്, ഫിലിപ്സ് കർവ് പറയുന്നത്. സോ ഒരു രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ രാജ്യത്തെ ഇൻഫ്ലേഷൻ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഒരു രാജ്യത്ത് ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ജോലി സാധ്യതകൾ, കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടും എന്നാണ് എന്ത് ചെയ്യുന്നത്, ഫിലിപ്സ് കർവ് പറയുന്നത്. ഈ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ സ്ക്യൂഫ്ലേഷൻ എന്ന് പറയുന്ന ഫിലിപ്സ് കർവിന് എന്താണ്, ഒരു എക്സെപ്ഷൻ ആണ്. സോ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നല്ലോ, സ്ക്യൂഫ്ലേഷൻ എന്താണ്, സ്ക്യൂഫ്ലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഈ സ്ക്യൂഫ്ലേഷൻ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഫിലിപ്സ് കർവിനെ അനുസരിക്കുന്നില്ല. സ്ക്യൂഫ്ലേഷൻ എന്ന് പറയുന്ന ഫിലിപ്സ് കർവിനെ അനുസരിക്കാത്ത ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണ്. സ്ക്യൂഫ്ലേഷൻ എന്ന് പറയുന്നതാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷൻ ആണ്. അതെന്ത് ചെയ്യുന്നില്ല, ഫിലിപ്സ് കർവ് പറയുന്നതിനെ ഒബേ ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. സ്ക്യൂഫ്ലേഷൻ എന്താണ്, ഇതിന് എതിരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which type of unemployment occurs when there is a mismatch between the skills and job requirements? സ്കിൽസും, അതായത് ആളുകളുടെ സ്കിൽസും ആളുകളുടെ കഴിവും ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള കഴിവും തമ്മിലുള്ള മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഏത് ടൈപ്പ് ഓഫ് തൊഴിലില്ലായ്മയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആളുകൾക്ക് ഒരു കഴിവുണ്ട്, എന്നാൽ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള കഴിവ് മറ്റൊന്നാണ്. അങ്ങനൊരു സിറ്റുവേഷനിൽ വരുന്ന അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സൈക്ലിക്കൽ, ഓപ്ഷൻ ബി സീസണൽ, ഓപ്ഷൻ സി സ്ട്രക്ചറൽ, ഓപ്ഷൻ ഡി ഫ്രിക്ഷണൽ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ എംപ്ലോയ്മെന്റ് ആണ്. സേ ഫോർ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോ IT സെക്ടറിൽ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടർ അല്ലെങ്കിൽ IT സെക്ടറിൽ എന്തുണ്ട്, കുറച്ച് ജോബ് ഓപ്പണിങ്സ് ഉണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കോഡിംഗ് അറിയാവുന്നവരെയാണ് ആവശ്യമുള്ളതെന്ന് വിചാരിക്കുക. അവിടെ ജോലി സാധ്യതയുണ്ട്, ജോലിക്ക് വേക്കൻസി ഉണ്ട്, പക്ഷെ ജോലിക്ക് എന്തറിയണം, കോഡിംഗ് അറിഞ്ഞിരിക്കണം. എന്നാൽ ഒരു സൊസൈറ്റിയിലുള്ളവർക്ക് ഈ കോഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ജോലിയിൽ ചേരാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ആ സ്ഥാപനം എന്ത് ചെയ്യില്ല, ഇവരെ ആരെയും തന്നെ ജോലിക്ക് എടുക്കില്ല. സോ ഇവരെന്തായിട്ടിരിക്കും, അൺഎംപ്ലോയിഡ് ആയിട്ട്, തൊഴിലില്ലാതെ തന്നെ അവിടെ റിമെയിൻ ചെയ്യും. സോ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ എന്തുണ്ട്, വേക്കൻസീസ് ഉണ്ട്, ജോബ് ഉണ്ട്, ജോലികൾ കിടപ്പുണ്ട്. പക്ഷെ അതിന് എന്താവശ്യമുണ്ട്, കോഡിംഗ് എന്നുള്ളൊരു സ്കിൽ ആവശ്യമുണ്ട്. പക്ഷെ ജനങ്ങളുടെ കയ്യിൽ എന്തില്ല, കോഡിങ്ങിന്റെ സ്കില്ലില്ല. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ജോലിക്ക് കയറാനായിട്ട് പറ്റില്ല. അവരെന്തായിട്ട് നിൽക്കും, തൊഴിലില്ലാത്തവരായിട്ട് അവിടെ തന്നെ റിമെയിൻ ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളത് നമ്മൾ നോക്കാം. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ് സൈക്കിൾസ് ഉണ്ടല്ലോ, അതായത് റിസഷൻ പോലെയുള്ള ബിസിനസ് സൈക്കിൾസ്. ഈ റിസഷൻ ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ബിസിനസ് സൈക്കിൾ മാറുന്നതനുസരിച്ച്, അതായത് റിസഷൻ വന്നു കഴിഞ്ഞാൽ കമ്പനീസ് എന്ത് ചെയ്യും, ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അങ്ങനെ പിരിച്ചുവിടുമ്പോൾ അവർ ജോലി ഇല്ലാത്തവരായിട്ട് അല്ലെങ്കിൽ തൊഴിലില്ലാത്തവരായിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ഇനി അടുത്തതാണെന്ത്, സീസണൽ അൺഎംപ്ലോയ്മെന്റ്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷത്തിലെ ചില സീസൺസിൽ എന്ത് കാണില്ല, ചില ആൾക്കാർക്ക് ജോലി കാണില്ല. ഫോർ എക്സാമ്പിൾ, കൃഷി നടത്തുന്നവരെ സംബന്ധിച്ച് അവർക്ക് മൺസൂൺ സീസണിൽ അല്ലെങ്കിൽ മഴ കിട്ടുന്ന സമയത്ത് എന്തുണ്ട്, അവർക്ക് കൃഷിയിൽ ജോലിയുണ്ട്. അല്ലെങ്കിൽ കൃഷി സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരുടെ കാര്യം എടുക്കുക. കൃഷി ഉള്ള സമയത്താണെങ്കിൽ അവർക്ക് കൃഷിപ്പാടത്ത് എന്ത് കാണും, ജോലികൾ കാണും. എന്നാൽ കൃഷി ഇല്ലാതിരിക്കുന്ന സമയം, അതായത് സമ്മർ സീസൺ, വരൾച്ചയുള്ള സമയത്തൊക്കെ, സമ്മർ സീസണിൽ ഒക്കെ എന്തില്ല, കൃഷി വലുതായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ എന്ത് കാണില്ല, അവർക്ക് ജോലി കാണില്ല. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ എടുക്കുക, ടൂറിസത്തിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ടൂറിസം സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഗൈഡൊക്കെ ഉണ്ടല്ലോ, ടൂറിസ്റ്റ് ഗൈഡൊക്കെ ഉണ്ടല്ലോ, അവരുടെ കേസ് എടുക്കുക. സീസൺ ടൈം ആണെന്നുണ്ടെങ്കിൽ അവിടെ ടൂറിസ്റ്റുകൾ വരും, ഈ ടൂറിസ്റ്റ് ഗൈഡുമാർക്ക് അവിടെ ജോലിയുണ്ട്. എന്നാൽ ഓഫ് സീസൺ ടൈമിൽ, സീസൺ അല്ലാത്ത ടൈമിൽ എന്തില്ല, അവിടെ ടൂറിസ്റ്റുകൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റ് ഗൈഡിന് എന്തില്ല, ആ ടൈമിൽ ജോലിയില്ല. സോ ഒരു വർഷത്തിൽ ചില സീസൺസിൽ, അതായത് ഇപ്പോൾ ടൂറിസ്റ്റ് ഗൈഡിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ടൂറിസ്റ്റ് സീസൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയുണ്ട്. അതേസമയം ഓഫ് സീസൺ, ടൂറിസ്റ്റുകൾ വരാത്ത ടൈം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയില്ല. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഇനി എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാള് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറുന്നു. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് ആ കമ്പനിയിൽ എന്ത് കിട്ടുന്നില്ല, സാലറി ഹൈക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സാലറി കൂട്ടി കിട്ടുന്നില്ല. സോ അയാൾ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വേറൊരു ജോലിക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അയാൾ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു.
എന്നിട്ട് അടുത്ത ജോലിയിലേക്ക് കയറുന്നതിന് ഒരു ടൈം ലാഗ് ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അടുത്ത ജോലിയിൽ കയറുന്നത് വരെ എന്തായിരിക്കും, ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഈ ഒരു ടൈം ഗ്യാപ്പിൽ അയാൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറാനായിട്ട് എടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ വരുന്ന അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മയെ പറയുന്ന പേരാണെന്ത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, workers are highly skilled but unemployed. Option B, more people are employed than required for a job. Option C, workers shift jobs frequently. Option D, workers are overpaid. എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മോർ പീപ്പിൾ ആർ എംപ്ലോയിഡ് ദാൻ റിക്വയർഡ് ഫോർ ദ ജോബ്. എക്സാമ്പിൾ വെച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലി, ഈ ഒരു ഫാമിലിയിൽ മൊത്തം 10 പേരാണുള്ളത്. ഒരു ഫാമിലി ഉണ്ട്, ഈ ഫാമിലിയിൽ മൊത്തം 10 ആൾക്കാരുണ്ട്. ഇവർക്ക് 1 ഏക്കർ ലാൻഡ് ഉണ്ട്, ഇവർക്ക് 1 ഏക്കർ നിലമുണ്ട്. ഈ 1 ഏക്കറിൽ കൃഷി നടത്തിയാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ജീവിക്കുന്നത്. ഇവരെല്ലാരും തന്നെ ഇവിടെ ഈ ഒരു ലാൻഡിൽ, ഈ 1 ഏക്കർ ലാൻഡിൽ കൃഷി നടത്തിയാണ് ജീവിക്കുന്നത്. ഈ ഒരു 1 ഏക്കർ ലാൻഡിൽ മാക്സിമം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് കൃഷി നടത്താനായിട്ട് 5 പേരുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു 1 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്താൻ, കൃഷിയുമായിട്ട് സംബന്ധപ്പെട്ടുള്ള എല്ലാ ജോലികളും ചെയ്യാനായിട്ട് 5 പേരുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ 10 പേരും ഒരു ഫാമിലിയിലുള്ളവരായതുകൊണ്ടും ഇവർ ഈ കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരായതുകൊണ്ടും ഈ 10 പേരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ 1 ഏക്കർ സ്ഥലത്തുള്ള കൃഷിയിൽ അവര് ജോലി ചെയ്യുന്നുണ്ട്. അതായത് 10 പേരും ഈ 1 ഏക്കർ സ്ഥലത്തുള്ള കൃഷിയിലാണ് എന്ത് ചെയ്യുന്നത്, കൃഷിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ കൃഷി ചെയ്യാൻ, ഈ 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ എത്ര പേരുടെ ആവശ്യമേ ഉള്ളൂ, 5 പേരുടെ മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ 5 പേര് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് ഒരു ജോലിക്ക് എത്ര പേരാണോ ആവശ്യം അതിൽ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. സോ എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല. 5 പേര് ചെയ്യേണ്ട ജോലി 10 പേര് ചെയ്യുന്നു. ഇൻ ഇഫക്ട് അവിടെ 5 പേര് എന്ത് ചെയ്യാണ്, പ്രത്യേകിച്ച് ഒരു ഔട്ട്പുട്ടും അവിടെ കൊടുക്കുന്നില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് മോർ പീപ്പിൾ ആർ എംപ്ലോയിഡ് ദാൻ റിക്വയർഡ് ഫോർ എ ജോബ്. ഒരു ജോലിക്ക് ആവശ്യമായതിൽ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവിടെ എംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the difference between the government's total expenditure and its total receipts excluding the borrowings is called dash. ഗവൺമെന്റിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതായത് ഗവൺമെന്റിന്റെ ടോട്ടൽ ചെലവ് മൈനസ് ഗവൺമെന്റിന്റെ ടോട്ടൽ റെസീപ്റ്റ്സ്, അതായത് ടോട്ടൽ ഇൻകം. ഗവൺമെന്റിന്റെ ടോട്ടൽ ചെലവ് മൈനസ് ഗവൺമെന്റിന്റെ ടോട്ടൽ വരവ് എക്സ്ക്ലൂഡിങ് ദ ബോറോയിങ്സ്. അതായത് ഗവൺമെന്റ് കടം വാങ്ങുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗവൺമെന്റിന് കിട്ടുന്ന പൈസ, അല്ലെ ഗവൺമെന്റ് ചെലവാക്കുന്ന പൈസ മൈനസ് ഗവൺമെന്റിന് കിട്ടുന്ന പൈസ, ഇത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റവന്യൂ ഡെഫിസിറ്റ്, ഓപ്ഷൻ ബി പ്രൈമറി ഡെഫിസിറ്റ്, ഓപ്ഷൻ സി ഫിസിക്കൽ ഡെഫിസിറ്റ്, ഓപ്ഷൻ ഡി ട്രേഡ് ഡെഫിസിറ്റ്. ഒരു ഗവൺമെന്റ് ചെലവാക്കുന്ന പൈസ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൈനസ് ഗവൺമെന്റ് ഇൻകം, അതായത് ഗവൺമെന്റ് റെസീപ്റ്റ്സ് മൈനസ് വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ്, അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ബോറോയിങ്സ്, ഗവൺമെന്റ് കടം വാങ്ങുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും, ബോറോയിങ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ ടോട്ടൽ ചെലവ് മൈനസ് ഗവൺമെന്റിന്റെ ടോട്ടൽ വരവ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. ഗവൺമെന്റിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ടോട്ടൽ ചെലവ് മൈനസ് ടോട്ടൽ റെസിപ്റ്റ്സ്, ടോട്ടൽ വരവ്, അതെന്ന് പറയുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is or are a capital receipt for the government? Which of the following is or are a capital receipt for the government? Option A, first one, loans taken by the government from the public. B, borrowings from the foreign countries and institutes. C, disinvestment of assets. ഇതിൽ ഏതാണ് ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ only A and B, ഓപ്ഷൻ ബി only A, ഓപ്ഷൻ സി only A and C, ഓപ്ഷൻ ഡി all A, B and C. ഗവൺമെന്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വരവ്,
ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് കിട്ടുന്ന വരവ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ലോങ് ടേം എന്ന് ആലോചിച്ചാൽ മതി. ഗവൺമെന്റിന് ലോങ് ടേമിലേക്ക്, സോ ലോങ് ടേമിലേക്ക് കിട്ടുന്ന വരവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ലോൺസ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഫ്രം ദ പബ്ലിക്. അതായത് ഗവൺമെന്റ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കടമെടുക്കുന്നു. സോ ഇവിടെ ബൾക്കായിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് കടമെടുക്കുന്നത്. ആൻഡ് ലോങ് ടേമിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റെസിപ്റ്റ് വരുന്നത്. അതായത് ഗവൺമെന്റ് ചിലപ്പോൾ 10-15 വർഷത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലോൺ വാങ്ങുന്നത്. സെക്കൻഡ് വൺ, ബോറോയിങ്സ് ഫ്രം ഫോറിൻ കൺട്രീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ലോൺ വാങ്ങുന്നു. ഈ ലോൺസും ലോങ് പീരീഡിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് എടുക്കുന്നത്. ആൻഡ് ഇവിടെയും ഗവൺമെന്റിന്റെ കയ്യിലേക്കാണ് പൈസ വരുന്നത്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കടമെടുക്കുമ്പോഴും ഗവൺമെന്റിലേക്കാണ് പൈസ വരുന്നത്. ആൻഡ് ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് കടമെടുക്കുന്നത്. ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ കൺട്രീസിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴും ഗവൺമെന്റ് ലോങ്ങർ പീരീഡിലേക്കാണ്, വലിയ ടൈമിലേക്കാണ് കടമെടുക്കുന്നത്. ആൻഡ് ഗവൺമെന്റിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പൈസ വരുന്നത്. റെസീപ്റ്റ്സ് എന്ന് പറയുന്നതാണ് ഗവൺമെന്റിലേക്ക് വരുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റ് വരവിനെ വിളിക്കുന്ന പേരാണെന്ത്? റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്തായിരുന്നു? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് അസറ്റ്സ്. അതായത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള അസറ്റ്സ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് വിൽക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റ് അണ്ടറിൽ എയർ ഇന്ത്യയുടെ എക്സാമ്പിൾ എടുക്കാം. എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെന്റ് അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ എയർ ഇന്ത്യയുടെ ഷെയർസ് എല്ലാം എന്ത് ചെയ്തു? പ്രൈവറ്റ് ആയിട്ടൊരു വ്യക്തിക്ക് വിറ്റു. അങ്ങനെ ഷെയർസ് വിൽക്കുമ്പോൾ ഗവൺമെന്റ് എന്ത് കിട്ടുന്നുണ്ട്? പൈസ കിട്ടുന്നുണ്ട്. ഇതെല്ലാം എന്ത് തന്നെയാണ്? ലോങ് ടേമിലേക്ക് വരുന്ന വരവാണ്. ആൻഡ് ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ റെസീപ്റ്റ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ വിച്ച് മീൻസ് ഓൾ എ, ബി ആൻഡ് സി ആണെന്ത് ആൻസർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസീപ്റ്റ്സ് ഗവൺമെന്റിലേക്കുള്ള വരവ്, ഗവൺമെന്റ് ഇൻകം. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ലോങ് ടേം എന്ന് ഉദ്ദേശിച്ചാൽ മതി. സോ ലോങ് ടേമിലേക്ക് ഗവൺമെന്റിലേക്ക് വരുന്ന പൈസയാണെന്ത്? ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലോൺ എടുക്കുന്നു. ഗവൺമെന്റിലോട്ട് പൈസ വരുന്നു. ലോൺ എടുക്കുന്നത് ലോങ്ങർ പീരീഡിലേക്കാണ്. സോ അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഇനി ബോറോയിങ്സ് ഫ്രം ഫോറിൻ കൺട്രീസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഗവൺമെന്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കടം വാങ്ങുന്നു. ഗവൺമെന്റിലേക്ക് പൈസ വരുന്നുണ്ട്. ലോങ് പീരീഡിലേക്കാണ് എന്ത് ചെയ്ത്? ഗവൺമെന്റ് ലോൺ എടുത്തത്. സോ അതും ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ്. ഇനി എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് അസറ്റ്സ്. ഗവൺമെന്റ് തന്റെ കയ്യിലിരുന്ന അസറ്റ്സ്, അതായത് കമ്പനീസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അതൊക്കെ വിറ്റൊഴിവാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് തന്റെ കയ്യിലുള്ള അസറ്റ്സ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് സെല്ല് ചെയ്യുന്നു. അങ്ങനെ വിൽക്കുമ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പൈസ വരുന്നുണ്ട്. ആൻഡ് അതും എന്ത് ചെയ്യുന്നുണ്ട്? ലോങ്ങർ ടേമിലേക്കാണ് വരുന്നത്. സോ ഓൾ എ, ബി ആൻഡ് സി ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോക്സ് ദാറ്റ് ആർ ഫോംഡ് when molten magma rock. So when molten rock emerges due to volcanic eruptions and takes the form of hard solid rocks is called dash. Molten magma കൂൾ ചെയ്ത് തണുത്ത് റോക്സ് ഫോം ചെയ്ത് ഉണ്ടാകുന്ന റോക്സിനെ വിളിക്കുന്ന പേരെന്താണ്? വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വതം ഒക്കെ ഇറപ്റ്റ് ചെയ്യുമ്പോൾ, പൊട്ടുമ്പോൾ വരുന്ന മോൾട്ടൺ മാഗ്മ അല്ലെങ്കിൽ ലാവ ഉണ്ടല്ലോ, ഈ ലാവയൊക്കെ തണുത്തുറഞ്ഞ് ഫോം ചെയ്യുന്ന ആ ഒരു റോക്കിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെഡിമെന്ററി റോക്സ്, ഓപ്ഷൻ ബി മെറ്റമോർഫിക് റോക്സ്, ഓപ്ഷൻ സി കൊമറ്റൈറ്റ്, ഓപ്ഷൻ ഡി ഇഗ്നിയസ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇഗ്നിയസ് റോക്സ്. വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ആ മോൾട്ടൺ മാഗ്മ, തിളച്ചു മറിഞ്ഞ ആ ലാവ അല്ലെങ്കിൽ മാഗ്മ പതുക്കെ കൂൾ ചെയ്ത് തണുത്തുറഞ്ഞ് ഫോം ചെയ്യുന്ന റോക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which types of rocks are granite rocks? ഏത് ടൈപ്പ് ഓഫ് റോക്സിനെയാണ് ഗ്രാനൈറ്റ് റോക്സ് എന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ ഗ്രാനൈറ്റ് റോക്സ് ഏത് ടൈപ്പ് ഓഫ് റോക്ക് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെഡിമെന്ററി റോക്സ്, ഓപ്ഷൻ ബി ഇഗ്നിയസ് റോക്സ്, ഓപ്ഷൻ സി ഷിസ്റ്റ് റോക്സ്, ഓപ്ഷൻ ഡി മെറ്റമോർഫിക് റോക്സ്. ഇതിൽ ഗ്രാനൈറ്റ് റോക്സ് ഏത് ടൈപ്പ് ഓഫ് റോക്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇഗ്നിയസ് റോക്സ്. എന്തായിരുന്നു ഇഗ്നിയസ് റോക്സ്? അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ നടക്കുമ്പോൾ പുറത്ത് വരുന്ന ആ തിളച്ചു മറിഞ്ഞ ലാവ ഓർ മാഗ്മ പതുക്കെ തണുത്ത് ഉറഞ്ഞ് ഫോം ചെയ്യുന്ന റോക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇഗ്നിയസ് റോക്സ്. ആൻഡ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇഗ്നിയസ് റോക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the term lithification
ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ജോഗ്രഫിക്കൽ എലമെന്റ്സ്. ഇതിൽ ഏത് എലമെന്റുമായിട്ടാണ് ലിത്തിഫിക്കേഷൻ എന്ന ടേം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിവേഴ്സ്, ഓപ്ഷൻ ബി വാലീസ്, ഓപ്ഷൻ സി സീസ്, ഓപ്ഷൻ ഡി റോക്സ്. ഇതിൽ ഏതുമായിട്ടാണ് ലിത്തിഫിക്കേഷൻ എന്നുള്ള ടേം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റോക്സ് ആണ്. എന്താണ് ലിത്തിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിൽട്ട് ഒക്കെ ഉണ്ടല്ലോ, അതായത് റിവേഴ്സ്, നദികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെഡിമെന്റ്സ്. ഈ സെഡിമെന്റ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, കംപ്രഷൻ മൂലം എന്ത് ചെയ്യുന്നു, കോമ്പാക്ട് ആവുന്നു, അല്ലെങ്കിൽ കംപ്രഷൻ മൂലം ജോയിൻ ചെയ്ത് സോൾഡിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നു, റോക്സ് ആയിട്ട് മാറുന്നു. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, ലിത്തിഫിക്കേഷൻ. റിവേഴ്സ്, നദികളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ സെഡിമെന്റ്സ് ഉണ്ടല്ലോ, ആ സെഡിമെന്റ്സ് എന്ത് ചെയ്യുന്നു, പ്രഷർ കോമ്പാക്ട് ആവുന്നു, അല്ലെങ്കിൽ പ്രഷർ മൂലം എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ചേർന്നിട്ട് അല്ലെങ്കിൽ കോമ്പാക്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, റോക്സ് ആയിട്ട് മാറുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ലിത്തിഫിക്കേഷൻ വഴി ഫോം ചെയ്യുന്ന റോക്സ് ഏത് ടൈപ്പ് ഓഫ് റോക്സ് ആയിരിക്കും, സെഡിമെന്ററി റോക്സ് ആയിരിക്കും. സെഡിമെന്ററി റോക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ലിത്തിഫിക്കേഷൻ വഴി ഫോം ചെയ്യുന്നത്. റിവേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെഡിമെന്റ്സ് എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ചേർന്നിട്ട് റോക്സ് ആയിട്ട് ഫോം ചെയ്യുന്നു, കോമ്പാക്ട് ആയിട്ട് റോക്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് ലിത്തിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ലിത്തിഫിക്കേഷൻ വഴി ഫോം ചെയ്യുന്ന റോക്സ് ഏത് ടൈപ്പ് ഓഫ് റോക്സ് ആയിരിക്കും, സെഡിമെന്ററി റോക്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is not correct about the Pacific Ring of Fire? പസഫിക് റിംഗ് ഓഫ് ഫയറിനെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്, ഇൻകറക്റ്റ്, ഏതാണ് കറക്റ്റ് അല്ലാത്തത്, നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇറ്റ്സ് ലെങ്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി 40,000 കിലോമീറ്റർ. ഓപ്ഷൻ ബി, 75% of the Earth's volcanoes are located along the Ring of Fire. Option C, the Pacific Rim covers the eastern shores of North America and South America. Option D, it is a belt of active volcanoes. ഇതിൽ ഏതാണ് പസഫിക് റിംഗ് ഓഫ് ഫയറിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ പസഫിക് റിം കവേഴ്സ് ദി ഈസ്റ്റേൺ ഷോർസ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. ഇനി ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഇതിൽ എന്താണ് തെറ്റെന്നും കൂടെ പറയാം. ഈ പസഫിക് റിംഗ് ഓഫ് ഫയറിനെ മറ്റൊരു പേരിൽ കൂടി പറയാറുണ്ട്, അതാണ് സർക്കം പസഫിക് ബെൽറ്റ്. പസഫിക് റിംഗ് ഓഫ് ഫയറിനെ മറ്റൊരു പേരിൽ കൂടി എന്ത് ചെയ്യാറുണ്ട്, അറിയാറുണ്ട്, അതാണ് സർക്കം പസഫിക് ബെൽറ്റ് എന്ന് പറയുന്നത്. സർക്കം പസഫിക് ബെൽറ്റ് എന്ന് പറയുന്നത് പസഫിക് ഓഷനിലുള്ള ഒരു എന്താണ്, ബെൽറ്റ് അല്ലെങ്കിൽ ഒരു റീജിയൻ ആണ്. ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന പസഫിക് ഓഷൻ റീജിയനിൽ കാണപ്പെടുന്ന ഒരു റീജിയൻ ആണെന്ത്, സർക്കം പസഫിക് ബെൽറ്റ് അല്ലെങ്കിൽ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് അപ്രോക്സിമേറ്റ്ലി 40,000 കിലോമീറ്റർ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഈ ഒരു പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ അല്ലെങ്കിൽ ഈ റീജിയന്റെ ലെങ്ത് എന്ന് പറയുന്നത് 40,000 കിലോമീറ്ററിന്റെ അടുത്ത് വരും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, 75% ഓഫ് ദി എർത്ത് വോൾക്കാനോസ് ആർ ലൊക്കേറ്റഡ് അലോങ് ദി റിംഗ് ഓഫ് ഫയർ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. വേൾഡിൽ കാണപ്പെടുന്ന, ലോകത്തിൽ കാണപ്പെടുന്ന വോൾക്കാനോസ്, ടോട്ടൽ വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങളുടെ 75% അഗ്നിപർവ്വതങ്ങളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പസഫിക് റിംഗ് ഓഫ് ഫയറിനകത്തായിരിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ദ പസഫിക് റിം കവേഴ്സ് ദി ഈസ്റ്റേൺ ഷോർസ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. The Pacific Rim covers the eastern shores of North America and South America. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഈ പസഫിക് റിംഗ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഷോസ് അല്ല, നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഈസ്റ്റേൺ ഷോസ് അല്ല, മറിച്ച് വെസ്റ്റേൺ ഷോസ് ആണ് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും വെസ്റ്റ് സൈഡിലാണ് എന്തുള്ളത്, ഈ ഒരു പസഫിക് റിംഗ് ഓഫ് ഫയറിന് കാണാനായിട്ട് സാധിക്കുന്നത്. സ്റ്റേറ്റ്മെന്റിൽ ഈസ്റ്റേൺ ആയിരുന്നു, അതാണെന്ത് തെറ്റായിട്ടുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. വെസ്റ്റേൺ സൈഡിലാണ്, നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും വെസ്റ്റേൺ തീരങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ കാണാനായിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഇറ്റ് ഈസ് എ ബെൽറ്റ് ഓഫ് ആക്റ്റീവ് വോൾക്കാനോസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് എന്താണ്, വോൾക്കാനോസിന്റെ ഒരു ചങ്ങലയാണ്. ഒരുപാട് വോൾക്കാനോസ് ഉള്ള ഒരു ചങ്ങലയാണെന്ത്, ഈ ഒരു പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which island is the only active volcano in India? ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏക ആക്റ്റീവ് വോൾക്കാനോ, അതായത് ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന വോൾക്കാനോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാരൻ, ഓപ്ഷൻ ബി ഓയിസ്റ്റർ റോക്ക്,
ഓപ്ഷൻ സി വൈപ്പർ, ഓപ്ഷൻ ഡി ഹാവ്ലോക്ക്. ഇന്ത്യയിൽ ഇപ്പോഴും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ആക്റ്റീവ് വോൾക്കാനോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബാരൻ ആണ്. ബാരൻ ആണ് ഇന്ത്യയിലുള്ള ഏക ആക്റ്റീവ് വോൾക്കാനോ. ഇന്ത്യയിൽ ഒരേ ഒരു വോൾക്കാനോ അഗ്നിപർവ്വതം മാത്രമേ ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽപ്പുള്ളൂ, വിസ്ഫോടനത്തിന് റെഡി ആയിട്ട് നിൽപ്പുള്ളൂ. അതെന്ന് പറയുന്നത് ബാരൻ എന്ന് പറഞ്ഞ വോൾക്കാനോ ആണ്. ആൻഡ് ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ് ഈ ഒരു വോൾക്കാനോ എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ് ഈ ഒരു വോൾക്കാനോ എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Next question, which of the following represents the correct order of occurrence of the layers of the atmosphere starting from the surface of the earth? So എർത്തിന്റെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിന്റെ പല ലേയേഴ്സിന് ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ്മോസ്ഫിയറിന്റെ പല ലേയേഴ്സിനെ ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇത് ഏത് ഓർഡർ ആണ്, അല്ലെങ്കിൽ ഇതിൽ ഏത് ഓർഡർ ആണ് കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. സോ ഏറ്റവും താഴെയായിട്ട് ട്രോപ്പോസ്ഫിയർ, അതിന് മുകളിലായിട്ട് സ്ട്രാറ്റോസ്ഫിയർ, അതിനെ മുകളിലായിട്ട് മീസോസ്ഫിയർ, അതിന് മുകളിലായിട്ട് അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയറിനെ മറ്റൊരു പേരിൽ കൂടി പറയാറുണ്ട്, അതാണ് തെർമോസ്ഫിയർ. അയണോസ്ഫിയറിന്റെ മറ്റൊരു പേരാണെന്ത്, തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനുശേഷം ഉള്ളതാണെന്ത്, എക്സോസ്ഫിയർ. സോ ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ, മുകളിലായിട്ട് സ്ട്രാറ്റോസ്ഫിയർ, അതിനെ മുകളിലായിട്ട് മീസോസ്ഫിയർ, മീസോസ്ഫിയറിന് മുകളിലായിട്ട് തെർമോസ്ഫിയർ ഓർ അയണോസ്ഫിയർ, ആൻഡ് ഏറ്റവും ടോപ്പിലായിട്ട് എക്സോസ്ഫിയർ. ഇതാണെന്ത്, അറ്റ്മോസ്ഫിയറിന്റെ അന്തരീക്ഷത്തിന്റെ ഡിഫറെന്റ് ലേയേഴ്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്, സ്ട്രാറ്റോസ്, മീസോസ്, തെർമോസ് ഓർ അയണോസ്, ആൻഡ് ലാസ്റ്റ് ആണെന്ത്, എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the odd one out of the following types of clouds. 4 ടൈപ്പ് ഓഫ് ക്ലൗഡ്സ് തന്നിട്ടുണ്ട്. ക്യൂമുലസ്, സിറസ്, സിറോക്യുമുലസ്, സിറോസ്ട്രാറ്റസ്. ഈ 4 ടൈപ്പ് ഓഫ് ക്ലൗഡ്സിൽ 3 സെയിം ആണ്, സിമിലർ ആണ്. ഒരെണ്ണം എന്താണ്, ഡിസിമിലർ ആണ്, അല്ലെങ്കിൽ സിമിലർ അല്ല. ആ സിമിലർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡ് വൺ ഔട്ട്. ഇതിൽ നിന്ന് സിമിലർ അല്ലാത്തത് പിക്ക് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സിറോക്യുമുലസ്, ഓപ്ഷൻ ബി ക്യൂമുലസ്, ഓപ്ഷൻ സി സിറസ്, ഓപ്ഷൻ ഡി സിറോസ്ട്രാറ്റസ്. ഇതിൽ ഏതാണ് സിമിലർ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്യൂമുലസ് ആണ്. ബാക്കിയുള്ള 3 ക്ലൗഡ്സും, ഈ സിറോക്യുമുലസും സിറസും അതുപോലെ തന്നെ സിറോസ്ട്രാറ്റസ്, ഇതെല്ലാം എന്താണ്, ഹൈ ലെവൽ ക്ലൗഡ്സ് ആണ്. അതായത് ഒരുപാട് ഹൈറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലൗഡ്സ് ആണെന്ത്, ഈ 3 ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ഹൈറ്റിൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ടോപ്പിൽ അല്ലെങ്കിൽ വളരെ ഹൈറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലൗഡ്സ് ആണ് ഈ സിറോക്യുമുലസും സിറസും സിറോസ്ട്രാറ്റസും. അതേസമയം ഈ ക്യുമുലസ് എന്ന് പറയുന്നതാണ് ഒരു ലോ ലെവൽ ക്ലൗഡ് ആണ്, അല്ലെങ്കിൽ വളരെ ലോ ഓൾട്ടിറ്റ്യൂഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലൗഡ് ആണ് എന്ത്, ഈ ഒരു ക്യുമുലസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിനകത്ത് ഓഡ് വൺ ഔട്ട്. സിറോക്യുമുലസ്, സിറസ്, സിറോസ്ട്രാറ്റസ് ഇതെല്ലാം അറ്റ്മോസ്ഫിയറിന്റെ ടോപ്പിലായിട്ട് അല്ലെങ്കിൽ ടോപ്പ് ലെയറിലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലൗഡ്സ് ആണ്, ഹൈ ലെവൽ ക്ലൗഡ്സ് ആണ്. അതേസമയം ക്യുമുലസ് എന്ന് പറയുന്നത് എന്താണ്, ലോ ഓൾട്ടിറ്റ്യൂഡ്, കുറഞ്ഞ ഹൈറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലൗഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ലോ ലെവൽ ക്ലൗഡ് ആണ്. അതാണ് ക്യുമുലസ് എന്ന് പറയുന്നത്. ആൻഡ് ക്യുമുലസ് ആണെന്ത്, ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വോം കറന്റ്? ഇതിൽ ഏതാണ് വോം കറന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറന്റ് എന്ന് പറയുന്നത് എന്താണ്, വാട്ടറിന്റെ മൂവ്മെന്റ് ആണ്, വെള്ളത്തിന്റെ എന്താണ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഏതാണ് വോം ആയിട്ടുള്ള അല്ലെങ്കിൽ ചൂടുള്ള കറണ്ട്, അല്ലെങ്കിൽ ആ ഒരു വാട്ടർ മൂവ്മെന്റ്, വോം ആയിട്ടുള്ള വാട്ടർ മൂവ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോം കറണ്ട് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലാബ്രഡോർ കറണ്ട്, ഓപ്ഷൻ ബി ഫാക്ലാൻഡ് കറണ്ട്, ഓപ്ഷൻ സി കാനറി കറണ്ട്, ആൻഡ് ഓപ്ഷൻ ഡി ഗൾഫ് സ്ട്രീം. ഇതിൽ ഏതാണ് വാം കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗൾഫ് സ്ട്രീം ആണ്. ഗൾഫ് സ്ട്രീം മാത്രമാണ് ഇതിൽ വോം കറണ്ട് എന്ന് പറയുന്നത്. ബാക്കി 3 ലാബ്രഡോർ കറണ്ട്, ഫാക്ലാൻഡ് കറണ്ട്, കാനറി കറണ്ട് ഇതെല്ലാം തന്നെ എന്താണ്, കോൾഡ് കറണ്ട്സ് ആണ്. ഇത് മൂന്നും എന്താണ്, കോൾഡ് കറണ്ട്സ് ആണ്. ഇതിനകത്ത് ഗൾഫ് സ്ട്രീം മാത്രമേ എന്തുള്ളൂ, വോം കറണ്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഹോട്ട് വാട്ടർ സ്ട്രീം? ഇതിൽ ഏതാണ് ഹോട്ട് വാട്ടർ സ്ട്രീം അല്ലെങ്കിൽ വോം കറണ്ട് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് വോം കറണ്ട് അല്ലാത്തത്, അതായത് കോൾഡ് കറണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
Option A, Humboldt current. Option B, Kuroshio current. Option D, Tsushima current. And option D, Alaskan current. ഇതിൽ ഏതാണ് ഹോട്ട് വാട്ടർ സ്ട്രീം അല്ലെങ്കിൽ വോം കറണ്ട് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹംബോൾട്ട് കറണ്ട് ആണ്. ഇതിൽ ഹംബോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൾഡ് വാട്ടർ ക്ലൗഡ് ആണ്. ബാക്കി എല്ലാം തന്നെ എന്താണ്? വോം കറണ്ട്സ് ആണ്. സോ ഇതിനകത്ത് ഹംബോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് മാത്രമാണ് എന്ത് പറയുന്നത്? കോൾഡ് കറണ്ട് ആയിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാം തന്നെ എന്താണ്? വോം കറണ്ട് ആണ്. ആൻഡ് ഈ ഹംബോൾട്ട് കറണ്ടിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നതാണ് പെറു കറണ്ട്. ഹംബോൾട്ട് കറണ്ട് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അതാണെന്ത്? പെറു കറണ്ട് എന്ന് പറയുന്നത്. ബാക്കി മൂന്നും എന്താണ്? വോം കറണ്ട്സ് തന്നെയാണ്. Next question. Which branch of physical geography is devoted to the study of landforms, their evolution and related processes? ഇതിൽ ഏത് ബ്രാഞ്ച്, ഫിസിക്കൽ ജോഗ്രഫിയുടെ ഏത് ബ്രാഞ്ചാണ് ലാൻഡ് ഫോംസിനെ കുറിച്ചുള്ള സ്റ്റഡി ചെയ്യുന്നത്? അതായത് ലാൻഡ് ഫോംസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, അതിന്റെ പ്രോസസ്സസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ബ്രാഞ്ച്, ഫിസിക്കൽ ജോഗ്രഫിയുടെ ബ്രാഞ്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സോയിൽ ജോഗ്രഫി, ഓപ്ഷൻ ബി ക്ലൈമറ്റോളജി, ഓപ്ഷൻ സി ഹൈഡ്രോളജി, ഓപ്ഷൻ ഡി ജിയോമോർഫോളജി. ഇതിൽ ഏതാണ് ഫിസിക്കൽ ജോഗ്രഫിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന അല്ലെങ്കിൽ ലാൻഡ് ഫോംസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഫിസിക്കൽ ജോഗ്രഫിയുടെ ബ്രാഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജിയോമോർഫോളജി ആണ്. ജിയോമോർഫോളജി ആണ് ലാൻഡ് ഫോംസിന്റെ എവല്യൂഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഫിസിക്കൽ ജോഗ്രഫിയുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി ക്ലൈമറ്റോളജി എന്ന് പറയുന്നത് എന്താണ്? ക്ലൈമറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ജോഗ്രഫിയുടെ ബ്രാഞ്ച് ആണെന്ത്? ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the main factor which provides rainfall in winter to the northwest part of India? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ, അതായത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, ആ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ റെയിൻഫോൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്, ഓപ്ഷൻ ബി സൗത്ത് വെസ്റ്റ് മൺസൂൺ, ഓപ്ഷൻ സി സൗത്ത് ഈസ്റ്റ് മൺസൂൺ, ഓപ്ഷൻ ഡി ഈസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. ഇതിലേതാണ് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ റെയിൻഫോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ വിന്റർ ടൈം? അതായത് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ റെയിൻഫോൾ പ്രൊവൈഡ് ചെയ്യുന്നത്, മഴ കൊടുക്കുന്നത് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആണ്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് മൂലമാണ് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ട്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ പോലെയുള്ള നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ എന്ത് ചെയ്യുന്നത്? മഴ ലഭിക്കുന്നത് ഇൻ വിന്റർ ടൈം. വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിന് കാരണമായിട്ട് വരുന്നത്. ആൻഡ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ റീജിയനിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്? ഒരു ഹോട്ട് എയർ മാസ് ആണ് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഈ എയർ മാസ് എന്ത് ചെയ്യുന്നു? മെഡിറ്ററേനിയൻ റീജിയനിൽ നിന്ന് എയറിന്റെ ഒരു മാസ് എന്ത് ചെയ്യുന്നു? മെഡിറ്ററേനിയൻ റീജിയനിൽ നിന്ന് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മെഡിറ്ററേനിയൻ സീയിൽ നിന്നും, കാസ്പിയൻ സീയിൽ നിന്നും, ബ്ലാക്ക് സീയിൽ നിന്നുള്ള മോയ്സ്ചർ, ഈർപ്പം എല്ലാം കൂടി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് നോർത്ത് വെസ്റ്റേൺ പാർട്ടിലേക്ക് എത്തുമ്പോൾ, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? അത് റെയിൻഫോൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ മഴ തരുന്നത് ഇൻ വിന്റർ ടൈം. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ആണ് എന്ത് ചെയ്യുന്നത്? റാബി ക്രോപ്സ് ഗ്രോ ചെയ്യാനായിട്ട് നല്ല റെയിൻഫോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റാബി ക്രോപ്സിന്റെ ഗ്രോത്തിന് ബെനിഫിറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആണെന്ത്? ഈ ഒരു വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ആണ് എന്ത് ചെയ്യുന്നത്? റാബി ക്രോപ്സിന്റെ ഗ്രോത്തിന് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following options has a correct type of planetary winds? ഇതിൽ ഏതാണ് കറക്റ്റ് ടൈപ്പ് ഓഫ് പ്ലാനറ്ററി വിൻസിന്റെ ഓപ്ഷൻ? പ്ലാനറ്ററി വിൻസിനെ കുറിച്ച് മാത്രം പറയുന്ന ഓപ്ഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലോക്കൽ വിൻസ് ആൻഡ് പീരിയോഡിക് വിൻസ്, ഓപ്ഷൻ ബി ട്രേഡ് വിൻസ് ആൻഡ് പീരിയോഡിക് വിൻസ്, ഓപ്ഷൻ സി ട്രേഡ് വിൻസ് വെസ്റ്റേർലീസ് ആൻഡ് പോളാർ ഈസ്റ്റേർലീസ്, ആൻഡ് ഓപ്ഷൻ ഡി പോളാർ വിൻസ് ആൻഡ് വെസ്റ്റേർലീസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ടൈപ്പ് ഓഫ് പ്ലാനറ്ററി വിൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രേഡ് വിൻസ്, വെസ്റ്റേർലീസ് ആൻഡ് പോളാർ ഈസ്റ്റേർലീസ് ആണ്. ട്രേഡ് വിൻസ്, വെസ്റ്റേർലീസ് ആൻഡ് പോളാർ ഈസ്റ്റേർലീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്ലാനറ്ററി വിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ ബെൽറ്റുകൾ മൂലം ഒരേ ഡിറക്ഷനിൽ തന്നെ ഫ്ലോ ചെയ്യുന്ന വിൻഡുകൾ നമ്മുടെ എർത്തിന്റെ ഓൾ ത്രൂ ദ സർഫസ്, എർത്തിന്റെ സർഫസ് മുഴുവനായിട്ട് പ്രഷർ ബെൽറ്റ്സ് മൂലം കൺസിസ്റ്റന്റ് ആയിട്ട്
ത്രൂ ഔട്ട് ദ ഇയർ വർഷം മുഴുവൻ ഫ്ലോ ചെയ്യുന്ന വിൻസിനെ വിളിക്കുന്ന പേരാണ് പ്ലാനറ്ററി വിൻസ്. ഏതൊക്കെയാണ് പ്ലാനറ്ററി വിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡ് വിൻസ് ഉണ്ട്, വെസ്റ്റേർലീസ് ഉണ്ട്, പോളാർ ഈസ്റ്റേർലീസ് ഉണ്ട്. എർത്തിന്റെ സർഫസ് മുഴുവനായിട്ട് അല്ലെങ്കിൽ എർത്തിന്റെ സർഫസ് മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്ലാനറ്ററി വിൻസ് കവർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിൽ കൂടി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രൂ ഔട്ട് ദ ഇയർ ഒരു വർഷം ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിൻസ് ബ്ലോ ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രഷർ ബെൽറ്റ് മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഈ വിൻസ് ഫോം ചെയ്തിരിക്കുന്നത്. അതാണ് ട്രേഡ് വിൻസ്, വെസ്റ്റേർലീസ് ആൻഡ് പോളാർ ഈസ്റ്റേർലീസ്. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. റിമൈനിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരുന്നാൽ മതി. നെക്സ്റ്റ് സെഷനിൽ നമ്മളത് ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ബാക്കി ക്വസ്റ്റ്യൻസ് സ്വയം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം. അടുത്ത സെഷനിൽ മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്